നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും കേട്ടിട്ടുള്ള പേരാണ് യു വിസ. എന്നാൽ ഇപ്പോൾ ഈ വിസ വിഭാഗം വലിയൊരു വിവാദത്തിന്റെ നിഴലിലാണ്. യുഎസ് സെനറ്റർ ടോം കോട്ടൺ യു വിസ പദ്ധതിയെ എതിർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. യു വിസ ദുരുപയോഗം നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ യു വിസ? എങ്ങനെയാണ് ചിലർ ഇത് ദുരുപയോഗം ചെയ്യുന്നത്? ഇതിനെതിരെ സെനറ്റർ രംഗത്തെത്താൻ കാരണമെന്ത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. യുഎസിലെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്ന വിദേശ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസ് രൂപം നൽകിയതാണ് യു വിസ പദ്ധതി. കൊലപാതകം, മാനഭംഗം, മനുഷ്യക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ മാനസികമായോ ശാരീരികമായോ പീഡനം അനുഭവിക്കുന്ന ഇരകൾക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. ഇതൊരു വലിയ മാനുഷിക പരിഗണനയാണ്. കുറ്റകൃത്യം അന്വേഷിക്കുന്നതിനും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന ഇരകൾക്ക് അമേരിക്കയിൽ നിയമപരമായി താമസിക്കാനുള്ള അനുമതി ഇതിലൂടെ ലഭിക്കുന്നു. 3 വർഷം തുടർച്ചയായി യു വിസയിൽ അമേരിക്കയിൽ താമസിച്ചാൽ ഇവർക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം സെനറ്റർ ടോം കോട്ടൺ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മാർക്ക് വെയിൻ മുള്ളിന് അയച്ച കത്താണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. യു വിസ പദ്ധതി വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും നിയമവിരുദ്ധമായി യുഎസിൽ കഴിയുന്നവർക്ക് ഇതൊരു പിൻവാതിൽ പ്രവേശനമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വ്യാജരേഖകൾ കെട്ടിച്ചമച്ച് കഥകളും ഉപയോഗിച്ച് ഗ്രീൻ കാർഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഈ വിസയിലെ പഴുതുകൾ അടയ്ക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സർക്കാരിനോട് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിസ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്? നമുക്ക് നോക്കാം. യു വിസ ലഭിക്കാൻ ചിലർ വിചിത്രമായ വഴികളാണ് തെരഞ്ഞെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെട്ടിച്ചമച്ച സായുധ കവർച്ചകളാണ്. ഈ തട്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വിദേശ പൗരൻ അല്ലെങ്കിൽ കടയുടമ ഏകദേശം $20,000 അതായത് 16 ലക്ഷം രൂപ വരെ നൽകി ഒരു വ്യാജ മോഷണം പ്ലാൻ ചെയ്യുന്നു. ഈ പ്ലാൻ പ്രകാരം തോക്കുമായി എത്തുന്ന ഒരാൾ കടയിൽ നിന്നും പണം കവർന്നുകൊണ്ടു പോകുന്നു. ഇതെല്ലാം CCTVയിൽ പതിയും. മോഷണം നടന്ന ഉടനെ പോലീസിനെ വിളിക്കാതെ പ്രതിയെ രക്ഷപ്പെട്ട ശേഷം മാത്രം പോലീസിൽ വിവരമറിയിക്കുന്നു. ഇതിനുശേഷം കടയുടമയോ അല്ലെങ്കിൽ അവിടെയുള്ള ജോലിക്കാരനോ തങ്ങൾ ഒരു വലിയ കുറ്റകൃത്യത്തിന് ഇരയാണെന്ന് കാണിച്ച് യു വിസയ്ക്ക് അപേക്ഷിക്കുന്നു. ഇത്തരത്തിൽ പണം നൽകി കുറ്റകൃത്യങ്ങളിൽ ഇരകളായി അഭിനയിച്ച് ഗ്രീൻ കാർഡ് നേടാൻ ശ്രമിക്കുന്ന വലിയൊരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ 4 ലക്ഷത്തിലധികം യു വിസ അപേക്ഷകളാണ് US ഇമിഗ്രേഷൻ വിഭാഗത്തിന് മുന്നിലുള്ളത്. എന്നാൽ അമേരിക്കൻ നിയമപ്രകാരം പ്രതിവർഷം വെറും 10,000 പേർക്ക് മാത്രമേ ഈ വിഭാഗത്തിൽ വിസ നൽകാൻ സാധിക്കൂ. ഇത്രയധികം അപേക്ഷകൾ വരാൻ കാരണം സിസ്റ്റത്തിലുള്ള ഈ പഴുതുകളാണെന്നാണ് സെനറ്റർ കോട്ടന്റെ വാദം. അപേക്ഷ ഫയൽ ചെയ്യുന്ന നിമിഷം മുതൽ ഇവർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പലരെയും ഈ വഴി തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഇരയാകുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ തുടങ്ങിയ ഈ പദ്ധതി ഇപ്പോൾ വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് എന്നാണ് സെനറ്റർ പറയുന്നത്. സത്യസന്ധരായ അപേക്ഷകർ വർഷങ്ങളോളം കാത്തിരിക്കുമ്പോഴാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വരും ദിവസങ്ങളിൽ യു വിസ നിയമങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വ്യാജ അപേക്ഷകൾ കണ്ടെത്തി തള്ളിക്കളയുന്നതിനും യഥാർത്ഥ ഇരകൾക്ക് വേഗത്തിൽ നീതി ഉറപ്പാക്കുന്നതിനും പുതിയ നടപടികൾ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് ഇപ്പോഴുള്ള ഈ കണ്ടെത്തൽ.